തിരുവനന്തപുരത്ത് സ്വകാര്യ സ്കൂളിൽ ഹിജാബിന്റെ പേരിൽ അഡ്മിഷൻ നിഷേധിച്ചുവെന്ന് പരാതി. മുക്കോലയ്ക്കൽ സെന്റ് തോമസ് സെൻട്രൽ സ്കൂളിൽ ഹിജാബ് ധരിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകില്ലെന്ന് പറഞ്ഞെന്നാണ് മാതാപിതാക്കളുടെ പരാതി. എന്നാൽ സ്കൂളിൽ പുതുതായി യൂണിഫോമിൽ ഏർപ്പെടുത്തിയ നിബന്ധനകൾ പാലിക്കണമെന്നാവശ്യപ്പെടുകയാണ് ചെയ്തതെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. തിരുവനന്തപുരം മുക്കോലയിലെ സെന്റ് തോമസ് സെൻട്രൽ സ്കൂളിനെതിരെയാണ് പരാതി. +1 മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് വട്ടിയൂർക്കാവിലെ 2 വിദ്യാർത്ഥിനികൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ അഡ്മിഷൻ നൽകുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ഹിജാബ് ധരിച്ച് സ്കൂളിലെത്താനാകില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞെന്നാണ് പിതാവിന്റെ പരാതി. എന്നാൽ ഇങ്ങനെയൊരു നിബന്ധന സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചിരുന്നില്ലെന്നും അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് കണ്ടപ്പം അഡ്മിഷൻ തരാൻ തയ്യാറാണ്. പക്ഷേ അവർ വച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ മകള് ഈ തലയിൽ കെട്ടിയിരിക്കുന്ന സ്കാർഫ് ഒഴിവാക്കണം. അപ്പം ഹിജാബ് അപ്പം ഞാനത് അത്ഭുതം, വേറെ വസ്ത്രം എല്ലാം സാധാരണ നിലയിലാണ്, ഒരു സ്കാർഫ് മാത്രം കെട്ടിയിരിക്കും. അതെന്താണ് ടീച്ചർ അല്ല, അതങ്ങ് ഒഴിവാക്കി തരണം. അത് വെച്ചുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ പ്രിൻസിപ്പൾ അതാണ്. കാരണം മറ്റു കുട്ടികളും എല്ലാവരുമായിട്ടൊരു യോജിച്ച്, അപ്പം ആ യോജിച്ച് പോണതിന് എന്താണ് ഈ സ്കാർഫ് എന്താണ് അവർക്കുള്ള പ്രശ്നം? ഒരുപാട് സ്കൂളിലെ പഠനം കഴിഞ്ഞാണ് നമ്മളിവിടെ, വേറെ എനിക്ക് പിള്ളേരുണ്ട്, വേറെ ഒരുപാട് ഇതേപോലെ ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകളിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അപകടകരമാണ്. എന്തായാലും ഞാനിവിടെ അഡ്മിഷൻ എടുക്കുന്നില്ല. എന്നാൽ സ്കൂളിലെ യൂണിഫോം കർശനമായി പാലിക്കണമെന്ന് മാത്രമാണ് നിർദ്ദേശിച്ചതെന്നാണ് സ്കൂളിന്റെ വിശദീകരണം. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ മതപരമായ വേർതിരിവ് ഉണ്ടാകരുതെന്നാണ് തങ്ങളുടെ നിലപാടെന്നും അധികൃതർ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.